ിലൊക്കെ ഈ പ്രാദേശിക സഭയോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ വചനം പങ്കിടുവാനും ദൈവം ഒരവസരം കൂടി നൽകി. ദൈവവചനത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് വളരെ വലുതാണ്. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിൻ്റെ വാതായനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് എനിക്ക് നിങ്ങളോട് ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം ഉളവാക്കുകയും ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളോടൊത്ത് വസിക്കുന്ന ഒരു വലിയ ഭാഗ്യാവസ്ഥ എനിക്കുണ്ടാകുകയും ചെയ്തു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും വചന കേൾവിയോടുള്ള ബന്ധത്തിൽ, വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസനും കുടുംബവും കാണിച്ച വലിയ ശുഷ്കാന്തിക്കായും സ്നേഹത്തിനായിട്ടും ആത്മീയ കരുതലിനായിട്ടും ഞാൻ പ്രത്യേകം നന്ദിയും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുമുണ്ട്. എല്ലാവരുടെയും പേരുകൾ എനിക്ക് പറയാനായിട്ട് ഇവിടെ നിർവാഹമില്ല. എല്ലാവരും യേശുക്രിസ്തുവിൽ എൻ്റെ സഹോദരന്മാരാണ്. എല്ലാവർക്കും എൻ്റെ പ്രത്യേക വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അനവധി പ്രാർത്ഥനകളും പ്രോത്സാഹനവും ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീർന്നു. വ്യത്യസ്തമായും ഈ ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി തീർക്കുവാൻ വ്യത്യസ്തമായ നിലയിൽ ചുമൽ കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. 1879 CT സ്റ്റഡ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വൺ ഡേ ക്രിക്കറ്റ് മാച്ചിൽ ഏറ്റവും മികച്ചു നിന്ന ഒരു സമയത്ത് താൻ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. CT സ്റ്റഡ്സ്. പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ ഒരു വലിയ മിഷണറി ആയിട്ടാണ്. അദ്ദേഹം പൊടുന്നനെ തൻ ക്രിക്കറ്റ് മാച്ചിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്മേൽ ശ്രദ്ധ പതിപ്പിച്ച സമയത്ത് താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ആഫ്രിക്കയിലേക്ക് പോയി. അന്നത്തെ ലണ്ടൻ ടൈംസിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത CT സ്റ്റഡ്സിന് മാനസിക വിഭ്രമമുണ്ടായി എന്നാണ്. കാരണം ഏറ്റവും തിളങ്ങി നിന്ന സമയത്ത് ഒരു ബാരിസ്റ്ററായിട്ട് പഠനം പൂർത്തിയാക്കി ക്രിക്കറ്റിൽ മികവ് പുലർത്തിയ ബഹുമാന്യ സഹോദരൻ പെട്ടെന്ന് ആഫ്രിക്കയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഓവർനൈറ്റ് കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിന് മനോവിഭ്രാന്തി ഉണ്ട് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ആഫ്രിക്കയിലെ സുവിശേഷീകരണത്തിനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വലിയ പ്രതിസന്ധിയിലായി. അവരുടെ പ്രിയപ്പെട്ടവർ, ആ സമൂഹം പല കാര്യങ്ങൾ ഈ സഹോദരിയോട് പറയാനായി തുടങ്ങി. ഈ സഹോദരി ഒരു കത്തൊന്ന് എഴുതി. മാസങ്ങൾക്ക് ശേഷമാണത് CT സ്റ്റഡ്സിൻ്റെ കയ്യിലെത്തുന്നത്. അന്ന് വിമാനമാർഗമല്ല കാര്യങ്ങൾ പോകുന്നത്, കപ്പൽ മാർഗമാണ് സന്ദേശങ്ങൾ അയക്കപ്പെടുന്നത്. ഈ വിവരങ്ങളൊക്കെ കാണിച്ച് തൻ്റെ ഭാര്യ കത്തെഴുതി. നിങ്ങൾക്ക് ഭ്രാന്താണ്, മനോവിഭ്രാന്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പരാമർശിച്ചിരുന്നത്. അദ്ദേഹം ഒരു മറുപടി എഴുതി. ഒരു പക്ഷേ നിങ്ങൾ CT സ്റ്റഡ്സിൻ്റെ ബയോഗ്രഫി വായിച്ചവർക്ക് ആ സംഭവം അറിയാം. അദ്ദേഹം മറുപടി എഴുതിയപ്പോൾ ഒരു കൊച്ചു കഥ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ചിന്തയ്ക്കായിട്ട് എഴുതി വെച്ചു. അതിങ്ങനെയാണ്: ഒരു ദിവസം ഒരു പിതാവും മകനും കൂടെ ഒരു കഴുതയുമായി ഒരു യാത്ര പുറപ്പെട്ടു. യാത്രയിൽ പിതാവ് കഴുതയുടെ പുറത്ത് കയറി ഇരുന്നു. മകൻ നടന്ന് കൂടെ യാത്ര ചെയ്തു. എതിരെ വന്ന ചിലർ ഇത് കണ്ടിട്ട് പറഞ്ഞു, മകനെ നോക്കി പറഞ്ഞു, ക്രൂരനായ ഒരു മകൻ. പിതാവിനെ നോക്കി പറഞ്ഞു, ക്രൂരനായ ഒരു പിതാവ്. താൻ കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നു, മകൻ നടന്നു പോകുന്നു. ഈ കമൻറ്റ് കേട്ടപ്പോൾ ഈ പിതാവ് മെല്ലെ കഴുതയുടെ പുറത്ത് നിന്നിറങ്ങി മകനെ ഈ കഴുതപ്പുറത്ത് കയറ്റി യാത്ര പുറപ്പെട്ടു. ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എതിരെ വന്ന കുറച്ച് പേര് പറഞ്ഞു, മകനെ നോക്കി പറഞ്ഞു, ബഹുമാനമില്ലാത്ത കരുണയില്ലാത്ത മകൻ പിതാവിനെ നടത്തിക്കൊണ്ട് താൻ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നു. ഇത് കേട്ടപ്പം മകൻ മെല്ലെ താഴെ ഇറങ്ങി. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ അവിടെ ഇരുന്നോളൂ,
ഒരു കാര്യം ചെയ്യാൻ, ഞാനും കൂടെ കഴുതപ്പുറത്ത് കയറാം. ഇവർ രണ്ടുപേരും കൂടെ കഴുതപ്പുറത്ത് കയറി യാത്ര പുറപ്പെട്ടു. എതിരെ കുറച്ച് ആളുകൾ വന്നു. ഇത് കണ്ടപ്പോൾ പറഞ്ഞു, കരുണയില്ലാത്ത മനുഷ്യർ ഒരു കഴുതയുടെ പുറത്ത് 2 പേർ കയറി യാത്ര ചെയ്യുന്നു. ഇത് കേട്ട് കുറച്ച് മുൻപോട്ട് പോയപ്പോൾ 2 പേരും താഴെ ഇറങ്ങി കഴുതയെ ചുമന്നുകൊണ്ട് പോകാൻ തുടങ്ങി. കുറേ മുൻപോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് ഭ്രാന്ത് പിടിച്ചോ, കഴുതയെ ചുമന്നുകൊണ്ട് 2 പേർ പോകുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം, മനുഷ്യരെ പ്രസാദിപ്പിച്ച് ആർക്കും ഈ ലോകത്തിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. മനുഷ്യരുടെ വാക്കുകൾ കേട്ട് അവരെ പ്ലീസ് ചെയ്ത് ഈ ലോകത്തിൽ ഒറ്റ വ്യക്തിക്ക് പോലും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയേണ്ടത് സ്വർഗത്തിലെ ദൈവത്തെയാണ്. ഇന്ന് പ്രഭാതത്തിലും നാം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള മനഃപൂർവമായൊരു ശ്രമം നാം നടത്തരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു സമർപ്പണവും ഒരുക്കവും നമുക്കുണ്ടാകുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ 15 ദിവസവും എനിക്ക് വളരെ പ്ലസൻ്റായിട്ടുള്ള സ്റ്റേ ഒരുക്കി നൽകിയ പ്രിയ രാജാരോടും മോളിമാമയോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഒരു പരിമിതി എന്നുള്ളത്, ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇതുവരെ ഇത്ര ദീർഘമായി ഒരു ഭവനത്തിൽ താമസിച്ചിട്ടില്ല. അതിൻ്റെ ആശങ്കകളൊക്കെ എനിക്കുണ്ടായിരുന്നു. മിഷണറി യാത്ര പലയിടങ്ങളിലൊക്കെ യാത്ര ചെയ്യും. പിന്നീട് വിദേശങ്ങളിൽ ഇങ്ങനൊരു യാത്ര എനിക്ക് പതിവുള്ളതല്ല. 4 ദിവസം 5 ദിവസമൊക്കെ യാത്ര ചെയ്ത് മടങ്ങുകയാണ് പതിവ്. പക്ഷേ ഞാൻ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഈ 2 ആഴ്ച എങ്ങനെ ഒരു ഭവനത്തിൽ താമസിക്കുമെന്നുള്ള ഭയങ്കര ആശങ്കയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം എൻ്റെ ജനനം മുതൽ ഇതുവരെ അങ്ങനെ ഒരു ക്രമീകരണമോ അവസരമോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഒരു പക്ഷേ ഇറ്റ് ബിക്കം മൈ ഹൗസ്. കാരണം അദ്ദേഹം കീ എനിക്ക് ആദ്യം തന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. കീ മാത്രമല്ല, തുറന്ന ഹൃദയവും നല്ല മനസ്സും ആ പ്രിയപ്പെട്ടവർ എനിക്ക് ഒരുക്കി നൽകി. താങ്ക് യു വെരി മച്ച്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് 2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഫിലിപ്പിൻ ചാപ്റ്റർ 4 വേഴ്സ് 4. മതി. 85-ാം സങ്കീർത്തനം, Psalms 85 വേഴ്സ് 6. മതി. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിന് മുൻപിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൻ്റെ വലിയ ഉറവുകൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കൃപയാൽ തുറന്ന് നൽകിയല്ലോ. ഇത് ധ്യാനിക്കുന്ന നിമിഷങ്ങൾ ധന്യമാക്കി തീർക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട വാക്യം സന്തോഷം എന്നുള്ളൊരു വാക്കാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. 85-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നത്, നഷ്ടപ്പെട്ട ദൈവത്തിലുള്ള ഒരാനന്ദം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? മടക്കി നൽകണം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട വാക്കുകൾ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ ഭാഗം ഇംഗ്ലീഷിലുള്ള 2 വാക്കുകളുടെ വ്യത്യാസങ്ങളാണ്. 1 ഹാപ്പിനെസ്, 2 ജോയ്, റിജോയ്സ്. ഈ 2 വാക്കുകൾ തമ്മിൽ ഏറെ അന്തരമുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഷ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ ആഹ്ലാദം എന്ന ഞാൻ ഹാപ്പിനെസ്സിന് ഒരു പേര് നൽകുകയാണ്. ആഹ്ലാദം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജോയ്, റിജോയ്സ്, അത് സന്തോഷമാണ്. ആഹ്ലാദവും സന്തോഷവും തമ്മിൽ വളരെ അന്തരമുണ്ട്.
വിശുദ്ധ വേദപുസ്തകം നാം മുഴുവൻ വായിക്കുമ്പോൾ സന്തോഷം, ജോയ്, റിജോയ്സ് എന്ന വാക്കാണ് വേദപുസ്തകത്തിൽ എമ്പാടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതെപ്പോഴും ദൈവത്തോട് കൂട്ടിച്ചേർത്താ പറഞ്ഞത്. റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പീൻ. സന്തോഷവും ആഹ്ലാദവും തമ്മിൽ, ഹാപ്പിനെസ്സും ജോയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സന്തോഷം തന്നെ എപ്പോഴും ബൈബിൾ കർത്താവിനോട് ചേർത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. എന്താണ് ആഹ്ലാദവും ഹാപ്പിനെസ്സും ജോയും തമ്മിലുള്ള വ്യത്യാസം? ഹാപ്പിനെസ് ഡിപ്പെൻസ് വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ചാൽ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്, സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചേർന്നാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹാപ്പിനെസ് നിൽക്കുന്നത്. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാട്ട് ഹാപ്പൻസ്, അതുമായിട്ടാണ് ഈ ആഹ്ലാദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ജോലിയിൽ പ്രമോഷൻ കിട്ടിയാൽ ഒരു സംഭവം ഉണ്ടായത്, ആ സംഭവം ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഹാപ്പിയാണ്. ഹാപ്പിയാണോ? ബി ഹാപ്പി എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട അത് നിൽക്കുന്നത്. ബട്ട് ജോയ് ഈസ് ഡിപ്പെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ഹാപ്പനിങ്. അതായത് സംഭവങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണെന്ത്? സന്തോഷം. അതിന് സംഭവങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ 2022 അതുമായിട്ടൊന്നും ബന്ധമില്ല. എന്തിന്? സന്തോഷത്തിന്. അതൊരു സംഭവമാണ്, അതൊരു ആഹ്ലാദം പകരുന്ന ഒന്നാണ്. അതൊരിക്കലും സന്തോഷം നൽകുന്ന ഒന്ന് അല്ല. ഞാൻ ആ വിഷയം ഒന്ന് തറപ്പിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കയറണം. എന്താണ് ഹാപ്പിനെസ്, എന്താണ് ജോയ്, റിജോയ്, സന്തോഷം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഹാപ്പിനെസ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ്. അതായത് ആഹ്ലാദം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളുള്ള ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഞായറാഴ്ച, ഇന്നലെ ഓവർ ടൈമും അതിൻ്റെ ഓവർ ടൈമും ഒക്കെ ചേർത്ത് സാലറി ഒക്കെ ബാങ്കിൽ വന്നിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുമ്പം ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആഹ്ലാദമാണ്. കാരണം അത് ഒരു പ്രത്യേക സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, ആഹ്ലാദം പകരുന്നത്. പക്ഷെ അടുത്ത ഞായറാഴ്ച വരുമ്പോഴത്തേക്കും പല ഓവർ ടൈമും കട്ട് ചെയ്ത് കുറച്ചൊക്കെ അങ്ങോട്ട് പിടിച്ച് വന്നു ആകെ മുഖമായിട്ട് എന്ത് ഇരിക്കുക. ഇതൊരു ഹ്യൂമൻ ബോഡിയിലുള്ളൊരു കാര്യമാണ്, സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ബട്ട് ജോയ് ഈസ് പെർമനന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. എന്നാൽ സന്തോഷം എന്ന് പറഞ്ഞത് പെർമനന്റാ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അത് ഒരിക്കലും ഫ്ലക്ച്വേറ്റിംഗ് അല്ല, അതിന്റെ ഗ്രാഫ് നേരെ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒന്നാണ്. കാരണം ഇത് സംഭവങ്ങളുമായിട്ടൊരു ബന്ധവും എന്തില്ല, ഈ സന്തോഷത്തിന് ഇല്ല. മൂന്നാമത്തെ ഒരു ഭാഗം, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ മൂഡ്സ്, ഓൺ ദ മൂഡ്സ് ഓഫ് എ പേഴ്സൺ. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥകളുമായി, മൂഡ്. നമ്മൾ ചോദിക്കാറില്ലേ, എന്താ ഒരു മൂഡില്ലാത്തത്? പിന്നെ മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന അല്ലേ? ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അപ്പോ ഈ ആഹ്ലാദം എപ്പോഴും അത് അറ്റ്മോസ്ഫിയറുമായി, ഒരു മൂഡുമായി ചേർന്ന് നിൽക്കുന്ന, സാഹചര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ സന്തോഷം, ആഹ്ലാദം, സന്തോഷം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. സന്തോഷം നിൽക്കുന്നത് നമ്മുടെ തമ്പുരാനുമായുള്ള ബന്ധത്തിൽ നിന്ന് വരുന്നതാണ്. എന്ത്? സന്തോഷം. ഇവ മനസ്സിലായോ കാര്യം? ആഹ്ലാദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊക്കെ സന്തോഷമുണ്ട്,
പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറുപടി കിട്ടി സന്തോഷമുണ്ടാക്കുന്ന ഒരു തരം ക്രിയയാണ് നാം എന്ത് ചെയ്യുന്നത്, നടത്തുന്ന. മതങ്ങളും അതാ നടത്തുന്നത്. നമ്മളെ ഹാപ്പിയാക്കി വെക്കാനുള്ള പരിപാടികളാണ് മതങ്ങൾ നടത്തുന്നത്. നമ്മുടെ സഭകളിലൊക്കെ ആളുകളെ ഹാപ്പിയാക്കി വെക്കാനുള്ള പരിപാടികളൊക്കെ നാം ആസൂത്രണം ചെയ്യാറുണ്ട്. എന്നിട്ട് വേദിയിൽ നിന്ന് സുവിശേഷകനോ പ്രസംഗകനോ ചോദിക്കും, ആർ യു ഹാപ്പി? ഇത് നാം ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അത് അവസ്ഥകളുമായി സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും എല്ലായ്പ്പോഴും ഒരു വ്യക്തിക്ക് ആഹ്ലാദ ചിത്തരായി ഇരിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ദൈവവുമായി നിരന്തരം ബന്ധമുള്ള ഏതു വ്യക്തിക്കും ജീവിതത്തിന്റെ ഏത് ഉയർച്ച താഴ്ചകളിലും സന്തോഷത്തിൽ ദൈവസന്നിധിയിലുള്ള ആ റിജോയ്സിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയും. അതാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിപ്പീൻ. അല്ല നിങ്ങൾ ഈ ചിന്തിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ചിന്തിക്കുന്നത്, സഹോദരൻ ദൈവദാസ എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? കാരണം സംഗതി എല്ലാം പോക്കായി, ജോലി നഷ്ടപ്പെടാനായിട്ട് പോകുന്നു, പ്രൊജക്റ്റ് തീർന്നു, പ്രൊജക്റ്റൊക്കെ ഇനിയും പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. അങ്ങനെ ലോകത്തിൽ ആർക്കും സന്തോഷിക്കാനായിട്ട് കഴിയില്ല. സാധാരണഗതിയിൽ ഈ ജയിൽ സന്ദർശിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ജയിലിൽ പോയിട്ടുണ്ടോ? അവരെ സന്ദർശിക്കാനായിട്ട് ആരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയും ആകാം. ചെയ്യാത്ത കുറ്റത്തിന് ഒരുപക്ഷെ എന്ത് ചെയ്യാം? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നാം ജയിലിലാകപ്പെടാൻ സാധ്യത. അതുകൊണ്ട് ജയിലിനകത്ത് കിടന്നിട്ടുണ്ടോന്ന് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എങ്കിലും ജയിലിൽ സന്ദർശനത്തിന് പോകാറുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ സന്ദർശനം കുറച്ച് ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിരന്തരമായി ചെയ്തു. ഈ നാളുകളിൽ എൻ്റെ വൈഫ് നിരന്തരമായിട്ട് കേരളത്തിലുടനീളമുള്ള വനിതാ ജയിലുകൾ സന്ദർശിക്കുന്നുണ്ട്. അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ശോഭാ ജോണിനെ കണ്ടു. പിന്നെ അങ്ങനെ ഓരോരോ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അവരെ കണ്ടു. ഞാൻ ചോദിച്ചു, ഈ ജയിലിനകത്ത് കിടക്കുമ്പം എന്താ ചെയ്യുന്നത്? പറഞ്ഞു, പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ദൈവം എന്ത് ചെയ്യും? കരുതും, ഏറ്റുപറ, മാനസാന്തരപ്പെട. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ഇങ്ങനെയൊക്കെ, അതിന് തിയോളജി ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പോൾ ഇത് പറയാൻ തുടങ്ങുമ്പോഴേ അവർ കരയും. കാരണം ഞാൻ പറഞ്ഞു, ആ ജയിലിനകത്ത് കിടക്കുന്നവരിതൊക്കെ പറയുമ്പോൾ കരയും. കാരണം ഇതിനകത്തും രക്ഷപ്പെടാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? സ്വാഭാവികമാണ്. ഒരു കഷ്ടത വരുമ്പോഴത്തേക്കും സഹോദരി പ്രയാസപ്പെടേണ്ട എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, കരച്ചിൽ എന്ത് ചെയ്യും? തുടങ്ങും. പക്ഷേ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സഹോദരി എന്ന് വിളിച്ചാലും കരയത്തില്ല. കാരണം നമ്മൾ ഈ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഈ കരച്ചിലൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഹ്യൂമൻ നേച്ചറാണ്. അതുണ്ടാകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവികമായ ദുഃഖമെന്ന് പറഞ്ഞ് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അത് കോൺസ്റ്റൻ്റാണ്. അതിന് ഒരിക്കലും മാറ്റം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ജയിലിനകത്ത് കിടക്കുന്ന പുള്ളികളെ പുറത്ത് നിൽക്കുന്നവർക്ക് ആശ്വസിപ്പിക്കാൻ നല്ല മിടുക്കാം. എന്നാൽ ഈ ആശ്വസിക്കുന്ന പുള്ളിക്കൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ 100 പേര് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? ആശ്വസിപ്പിക്കപ്പെടുകയില്ല. അകത്ത് കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പുറത്ത് ഉള്ളവർക്ക് ഭയങ്കര മിടുക്കാം. ഓടിച്ചെന്നങ്ങ് ആശ്വാസം ഒഴുക്കി കൊടുക്കുക. എന്നൊന്ന് ചിന്തിച്ചേ, അകത്ത് കിടന്ന് വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റും ചെയ്യാതെ അകത്ത് കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ഒരാൾ പുറത്തുള്ളവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് സന്തോഷത്തിൻ്റെ വ്യത്യാസം.
യേശുവിലുള്ള കർത്താവിലുള്ള സന്തോഷത്തിൻ്റെ വ്യത്യാസം. അങ്ങനെ ഒരുവൻ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അദ്ദേഹം റോമൻ കാരാഗ്രഹത്തിനകത്ത് കാൽ ആമത്തിലിട്ട് കൈ രണ്ടും ബന്ധിക്കപ്പെട്ട് വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലും അകത്ത് കയറാൻ സാധ്യതയില്ലാത്ത കുണ്ടറയിൽ കിടക്കുമ്പോൾ അതിനകത്തിരുന്ന് എഴുതുകയാണ്, സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിപ്പീൻ. ഇത് പറയാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കഴിയുകയില്ല. ഇത് പറയുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ചിന്തയ്ക്കും കഴിയുകയില്ല, ഒരു യോഗയ്ക്കും കഴിയത്തില്ല, ഒരു ഗുരുവിനും കഴിയത്തില്ല. ഇത് കഴിയണമെങ്കിൽ യേശുവുമായി നിരന്തരം ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം, കാരാഗ്രഹ ലേഖനം, പൗലോസ് കാരാഗ്രഹത്തിനകത്ത് കിടന്നു പറയുന്നത്, മക്കളെ സന്തോഷിപ്പീൻ. ശമ്പളം കൂട്ടി ലഭിച്ചപ്പോൾ എഴുതിയ കത്തല്ല, ശുശ്രൂഷയിൽ മികവുണ്ടായപ്പോൾ എഴുതിയ കത്തല്ല, വിദേശത്തേക്ക് ഒരു സഭയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ എഴുതിയ കത്തല്ല, വലിയ സ്റ്റേജോ വലിയ സൗകര്യമോ വലിയ ഭവനമോ ലഭിച്ചപ്പോൾ എഴുതിയ കത്തല്ല. ഒരു ആശയും ഈ ലോകത്തിൽ ആഹ്ലാദിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും കുണ്ടറയിൽ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച ദൈവസഭയ്ക്ക് എഴുതുകയാണ്, സന്തോഷിപ്പീൻ. Praise the Lord. Praise the Lord. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ സന്തോഷം അവിടെയാണ്. കർത്താവിന് സ്വീകാര്യമായ സന്തോഷം അതാണ്. കർത്താവിന് പ്രസാദകരമായ സന്തോഷം അതാണ്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സന്തോഷമല്ല ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. 85 സങ്കീർത്തനത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ വന്നിട്ട് എൻ്റെ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷവും ആഹ്ലാദവും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ പ്രാരംഭത്തിൽ ശ്രമിച്ചത്. ശരീരത്തിൽ ഒത്തിരി ക്ലേശങ്ങളുണ്ട്. ഒരു ബ്രോങ്കൈറ്റിസ് പേഷ്യൻ്റാണ് ഞാൻ ബേസിക്കലി. എന്നാൽ ഇവിടെ വന്നിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ മുതൽ കാര്യമായ പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ആണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് ശബ്ദത്തിനും കാര്യങ്ങൾക്കും ഉള്ളത്. ഞായറാഴ്ച രാവിലെ ഞാൻ എത്തുവോടെ തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഒറീസയിലേക്ക് വളരെ അടിയന്തരമായി പുറപ്പെടേണ്ട ഒരാവശ്യമുണ്ട്. പിന്നീട് ഒരു മാസത്തോളം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പ്രത്യേകമുണ്ട്. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ശബ്ദത്തിൽ നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ 85 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ, വാക്യങ്ങൾ രണ്ടും പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1-ാമത്തെ വാക്യം നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞില്ല. പൗലോസ് ശ്ലീഹ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്. 2-ാമത്തെ ഭാഗം 6-ാമത്തെ വാക്യം 85 സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യമാണ്. ആ വാക്യത്തിൽ ഒരു പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ട, 85 സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രവാസ കാലാനന്തര കാവ്യമാണ്. അല്ലെങ്കിൽ പ്രവാസത്തിന് ശേഷമുള്ള ഒരു കാവ്യമാണ്. ഈ കാവ്യം പ്രവാസം എന്താണെന്നും അതിന് ശേഷമുള്ള കാവ്യം എന്താണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഭാഗമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അവിടെ ദൈവത്തിൻ്റെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ് അവർ പാടി വരുന്നത്. ആ പാട്ടിൻ്റെ ഒരു ക്രമം അതാ, ദൈവത്തിൻ്റെ യഥാസ്ഥാനം. ഈ യഥാസ്ഥാനത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ ദൈവം അവിടെ അകൃത്യങ്ങളൊക്കെ മോചിച്ചു, അവിടെ പാപങ്ങളൊക്കെ എന്ത് ചെയ്തു, മൂടിക്കളഞ്ഞു. ഉഗ്രകോപം, ശിക്ഷ എന്ത് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. അതാണ് അതിന് 1-2 വാക്യങ്ങളൊക്കെ നമുക്ക് പരാമർശിക്കപ്പെടും. ശിക്ഷ വേണ്ടെന്ന് വെച്ചു. ശിക്ഷിക്കപ്പെടേണ്ടതാ, പക്ഷെ വേണ്ടെന്ന് വെച്ചു. പിന്നെ പറയുന്നത്, അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നത്, പിന്നെയും ദൈവത്തിന് ഒരു നീരസം അവരോട് ഉണ്ടായി. ഒരു നീരസത്തിൻ്റെ കീഴിലായി. പാപം ക്ഷമിച്ചു എങ്കിലും, അകൃത്യം മൂടിക്കളഞ്ഞെങ്കിലും, ശിക്ഷ വേണ്ടെന്നൊക്കെ വെച്ചിട്ടും ജനം പിന്നെ നീരസത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ വന്നപ്പോഴാണ്
സങ്കീർത്തനക്കാരൻ ഈ പാട്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ഭാഗത്തേക്ക് വരുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ ജീവിപ്പിക്കില്ലേ. ഉണർത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന, സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കാവ്യമാണ്. അവർക്കവിടെ സന്തോഷം ഇല്ലായിരുന്നോ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ, ഞാൻ ആ ഭാഗം മനസ്സിലാക്കിയപ്പോൾ പ്രവാസകാലാനന്തരം ജനം മടങ്ങി വന്നപ്പം അവർക്ക് ആഹ്ലാദിക്കാൻ ഒരുപാട് വഴികളും വകകളും ഉണ്ടായിരുന്നു. കാരണം നഷ്ടപ്പെട്ട രാജ്യം അവർക്ക് ലഭിച്ചു. നിങ്ങൾ അവധിക്ക് നാട്ടിൽ പോകുന്ന സമയങ്ങൾ ഇനിയും കുറച്ച് കഴിയുമ്പം നാട്ടിലേക്ക് ചെന്നാൽ ആഹ്ലാദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഗ്രഹാതുരത്വം മടങ്ങി നമുക്ക് കിട്ടിയതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. പച്ചയുള്ള ആ സ്ഥലങ്ങൾ, നാം കളിച്ച് നടന്ന വഴികൾ, നാം പഠിച്ച സ്കൂളുകൾ, നമ്മുടെ കൂട്ടുകാര്, ബാല്യകാല സുഹൃത്തുക്കൾ, നാം കണ്ടുപരിചയിച്ച കുറച്ച് നാളായി കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അവിടെ നമുക്ക് ആഹ്ലാദം എന്ത് ചെയ്യും, കൂടും. നാട്ടിൽ പോകാനായി പ്രാർത്ഥിച്ച് വിടാനായിട്ടൊരു അവസരമൊക്കെ ഇവിടെ ഇരുന്നപ്പം ഉണ്ടായി. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിറഞ്ഞ പെട്ടികളുമായി പോകുകയാ, വലിയ പ്രതീക്ഷകളോടെ. അങ്ങനെയെങ്കിൽ അവിടെ മടങ്ങി വന്ന ആളുകൾക്ക് പേഴ്സണലി വലിയ ആഹ്ലാദത്തിന് കുറവൊന്നും ഇല്ലായിരുന്നു. അവർ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. സ്വന്തം പട്ടണവും സ്വന്തം നഗരവും സ്വന്തം രാജ്യവും നഷ്ടപ്പെട്ട രാജ്യം, ഒരു രാജ്യത്തിൻ്റെ അടിമ നുഖത്തിനകത്തായിരുന്ന ജനം മടങ്ങി വന്നപ്പോൾ അവർ ആഹ്ലാദ ചിത്തരായിരുന്നു. പക്ഷേ അവർക്ക് ആനന്ദമില്ലായിരുന്നു, അവർക്ക് സന്തോഷമില്ലായിരുന്നു. സന്തോഷം എവിടുന്നാ വരേണ്ടത്? ദൈവത്തിൽ നിന്നാ. പലപ്പോഴും അത് അവർക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി. സാധാരണ ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മോശ കൽപ്പലകകൾ മേടിക്കാനായി മുകളിൽ കയറിപ്പോയ സംഭവത്തെ ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ ആ കൽപ്പനകൾ എന്ത് ചെയ്യുക, ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ലംഘനം ആരംഭിച്ചു. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ജനം ഒരു കാളക്കുട്ടിയെ അവർക്കുള്ള ആഭരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കി അതിനെ ആരാധിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഉഗ്രകോപം മോശയ്ക്കുണ്ടായി. മോശ മധ്യസ്ഥത അണച്ച ദൈവത്തിൻ്റെ ഉഗ്രകോപം നശിപ്പിച്ച ശേഷം 33-ാം അധ്യായത്തിൽ ദൈവം ജനത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അതിൻ്റെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടാം. അനന്തരം മോശ യഹോവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സന്തതിക്ക് കൊടുക്കാമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ദൈവം അവരോട് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഉണ്ടായെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനനുസരിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകുവിൻ. 2 വായിച്ചാട്ട. ഞാൻ ദൂതനെ നിനക്ക് മുൻപായി അയക്കും. 1, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൽപ്പനാ ലംഘനം നടത്തിയിട്ടും ദൈവം തൻ്റെ വാഗ്ദത്തം നൽകുമെന്നുള്ള ഉറപ്പ് മോശയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ ആ പ്രോമിസ് ലാൻഡിൽ എത്തിക്കും, നിങ്ങൾ പൊയ്ക്കോ. അതുമാത്രമല്ല, യാത്രയിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ദിവ്യമായ സംരക്ഷണവും ഞാൻ ഉറപ്പ് നൽകുന്നു. വായിച്ചാട്ടെ. എന്ന് വെച്ചാൽ അന്നത്തെ പ്രബലരായ പ്രതിയോഗികളുടെ സമൂഹങ്ങളെ എല്ലാം ഞാൻ എന്ത് ചെയ്യും, ഓടിച്ചു കളയും. ശത്രു സംഹാരം. 3 കാര്യങ്ങൾ: സമൃദ്ധി, പാലും തേനും ഒഴുകുന്ന ദേശം. രണ്ടാമതായി പ്രൊട്ടക്ഷൻ, എന്ന് വെച്ചാൽ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ശത്രുക്കളെ ഞാൻ ഓടിച്ചു കളയും. പോരെ,
ഇതിൽ പരം ദൈവത്തെ സേവിക്കുന്നതിനുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിനപ്പുറം വല്ലോ നമുക്കുണ്ടോ? ഇതല്ലേ ഏറ്റവും നല്ലത്. ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഇതിനൊക്കെയല്ലേ നാം ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവെ സൂക്ഷിക്കണമേ, കർത്താവെ കരുതണമേ, കർത്താവെ ആ പ്രോമിസ് ലാൻഡിൽ എത്തി